അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 16 ശനിയാഴ്ച. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ കടം എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാനാകില്ലെന്ന് റിസർവ് ബാങ്ക്. മൊറട്ടോറിയമോ ബാധ്യതകളുടെ പുനഃക്രമീകരണമോ ആണ് നിലവിൽ സാധ്യമായ വഴിയെന്നും ഇക്കാര്യത്തിൽ അതത് ബാങ്കുകൾക്ക് ആവശ്യമായ തീരുമാനം എടുക്കാമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് നൽകിയ കത്തിനാണ് റിസർവ് ബാങ്ക് മറുപടി നൽകിയത്. വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം പണം നൽകാത്തതിലുള്ള പ്രതിഷേധം വരുന്ന ദിവസങ്ങളിൽ ഉയരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പുനരധിവാസത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും ലോകമാതൃകയിൽ പുനരധിവാസം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടി കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അമർഷമാണെന്നും വയനാട് ദുരന്തത്തെ ഏത് കാറ്റഗറിയിൽപ്പെടുത്തിയാലും കേരളത്തിന് സഹായം കിട്ടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യർ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക്. കോൺഗ്രസുമായി കഴിഞ്ഞ 2 ആഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപിന്റെ നിർണായക നീക്കം. പാലക്കാട്ടെ KPCC ഓഫീസിൽ K സുധാകരനും VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഷോൾ അണിയിച്ച് സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തു. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചുവെന്നതാണ് തന്റെ തെറ്റെന്നും സന്ദീപ് പറഞ്ഞു. വ്യക്തിപരമായി ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിന്റെ പേരിൽ 1 വർഷക്കാലം നടപടികൾ നേരിട്ടുവെന്നും താൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ത്രിവർണ ഷാൾ അണിഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം K സുരേന്ദ്രനും സംഘത്തിനുമാണെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യർക്ക് ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ കിട്ടട്ടെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഈ കോൺഗ്രസ് പ്രവേശനം ഒരു ചലനവും ഉണ്ടാക്കുന്നില്ലെന്നും സന്ദീപിനെതിരെ നേരത്തെയും പാർട്ടി നടപടിയെടുത്തതാണെന്നും ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ടൊന്നും ആയിരുന്നില്ലെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെയെന്ന് ആശംസിക്കുകയാണെന്നും സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ സുധാകരനോടും സതീശനോടും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിൽ ചേർന്ന മുൻ BJP നേതാവ് സന്ദീപ് വാര്യർ ഇടതുപക്ഷത്തിനൊപ്പം ചേരാത്തതിൽ തങ്ങൾക്കൊരു വിഷമവുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സന്ദീപ് ഒരു ബൂർഷ്വാ പാർട്ടിയിൽ നിന്ന് മറ്റൊരു ഭരണവർഗ പാർട്ടിയിലേക്ക് മാറിയെന്നും ഗോവിന്ദൻ പറഞ്ഞു. സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് നല്ല കാര്യമെന്ന് K മുരളീധരൻ. 2 ആഴ്ച മുൻപ് വരാമായിരുന്നുവെന്നും പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് പോകാമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിന് ക്ഷമാപണം ആകാമായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എപ്പോഴും നിലനിർത്തണമെന്നും വീണ്ടും വെറുപ്പിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യരെ പോലൊരു വർഗീയതയുടെ കാളിയനെ കഴുത്തിലണിയാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂവെന്ന് CPM നേതാവ് MB രാജേഷ്. 100 കണക്കിന് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയൊരാളെ അവർ തലയിൽ കൊണ്ട് നടക്കട്ടെയെന്നും അത്തരമൊരാളെ എടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലുമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പള്ളി പൊളിച്ചിടത്തേക്ക് വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്തയാൾ കോൺഗ്രസ് പാർട്ടിക്ക് നല്ല മുതൽക്കൂട്ടായിരിക്കുമെന്നും MB രാജേഷ് പറഞ്ഞു. BJP വിട്ട് കോൺഗ്രസിൽ അംഗത്വമെടുത്ത സന്ദീപ് വാര്യരെക്കുറിച്ച് ചാനൽ ചർച്ചകളിലെ സ്ഥിരം എതിരാളിയായിരുന്ന ജ്യോതികുമാർ ചാമക്കാല. ചാനൽ ചർച്ചകളിലെ BJPയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന സന്ദീപ് വാര്യരോട് ചർച്ചകൾക്കിടെ രൂക്ഷമായി വഴക്കിട്ടിട്ടുണ്ടെങ്കിലും പിണക്കമില്ലെന്നും നല്ലൊരു എതിരാളിയെ നഷ്ടമായ സങ്കടം മാത്രമേ ഉള്ളൂവെന്നും ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു. BJP നേതാവ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിക്കാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ ആണെന്നും ചർച്ചകൾക്ക് പാലമായത് KPSTA മുൻ അധ്യക്ഷൻ ഹരി ഗോവിന്ദാണെന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അതീവ രഹസ്യമായി സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തിയാണ് അന്തിമ തീരുമാനം എടുത്തത്. മുങ്ങാൻ പോകുന്ന കപ്പലിലാണ് സന്ദീപ് വാര്യർ കയറിയതെന്നും സ്നേഹത്തിന്റെ കടയിലല്ല അംഗത്വമെടുത്തതെന്നും വെറുപ്പിന്റെയും പാപികളുടെയും ഇടയിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നും BJP നേതാവ് പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി ഇത്രയും കാലം പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടയെന്നും ഇപ്പോഴെടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിക്കുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. സന്ദീപ് വാര്യർ BJPയിൽ നിന്നും പോയത് കോൺഗ്രസിന് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ലെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്.
കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്നും ആരെങ്കിലും ആ കപ്പലിലേക്ക് പോകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്നേ പറയാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. LDF-നും UDF-നുമെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോൺഗ്രസ് വർഗീയ പ്രചാരണം നടത്തുന്നുവെന്നും SDPI UDF-ന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. അതേസമയം LDF PDP-യുമായി സഖ്യത്തിലാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. SDPI വീടുകളിലും ആരാധനാലയങ്ങളിലും ലഘുലേഖ വിതരണം ചെയ്തുവെന്നും തൃശൂർ ആവർത്തിക്കാൻ അനുവദിക്കരുതെന്നാണ് ലഘുലേഖയിലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെ മന്ത്രിമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ശരത് പവാർ ആവശ്യപ്പെട്ടാൽ മാറാൻ തയ്യാറാണെന്ന തന്റെ നേരത്തെയുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴുമുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിമാറ്റം സംബന്ധിച്ചുള്ള നീക്കങ്ങൾ വീണ്ടും നടക്കുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും NCPയിൽ തോമസ് കെ തോമസ് വിഭാഗമെന്നും AK ശശീന്ദ്രൻ വിഭാഗമെന്നുമുള്ള രണ്ട് വിഭാഗങ്ങൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ചരിത്രത്തിലില്ലാത്ത യാതനകളാണ് വയനാട്ടുകാർ ഇതിനകം അനുഭവിച്ചതെന്നും എന്നാൽ വയനാട് ദുരിതബാധിതരോടുള്ള കേന്ദ്ര സർക്കാർ സമീപനം കൊടും ക്രൂരതയെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വയനാടിനായി കേന്ദ്രത്തിൽ നിന്നും ആവശ്യമായ ഫണ്ട് നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുകയും പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുകയും വേണമെന്നും UDF-ഉം മുസ്ലിം ലീഗും ഈ ഉദ്യമത്തിനൊപ്പമുണ്ടെന്നും വയനാടിന്റെ കണ്ണീരൊപ്പാൻ ഒന്നായി നിൽക്കാമെന്നും പാണക്കാട് തങ്ങൾ പറഞ്ഞു. പാലക്കാടും ചേലക്കരയിലും UDF-ന് വിജയം ഉറപ്പെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. 28 വർഷമായി CPM-ന്റെ കയ്യിലുള്ള ചേലക്കര UDF പിടിച്ചെടുക്കുമെന്നും ചേലക്കരയിൽ 3 തവണ എത്തിയ മുഖ്യമന്ത്രി തല താഴ്ത്തുമെന്നും കെ സുധാകരൻ പറഞ്ഞു. പോളിംഗ് ശതമാനം കൂടിയത് UDF വിജയത്തിന്റെ സൂചനയാണെന്നും 6000 വോട്ടുകൾ UDF ചേർത്തിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ നിർദ്ദേശിച്ചത് ഉമ്മൻചാണ്ടിയാണെന്ന് ശശി തരൂർ MP. കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രചാരണത്തിൽ സജീവമാണെന്ന് പറഞ്ഞ തരൂർ കേരളത്തിന്റെ തന്റെ സാന്നിധ്യം വേണമെന്ന് പാർട്ടി പറഞ്ഞാൽ മാറി നിൽക്കില്ലെന്നും വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേര് വന്നാൽ അപ്പോൾ നോക്കാമെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പാണക്കാട് റഷീദ് അലി തങ്ങൾക്കെതിരെ വഖഫ് ബോർഡ് മുൻ ചെയർമാൻ TK ഹംസ. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ച സംഭവത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഏകപക്ഷീയമായ അധികാരം നൽകിയത് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായ കാലത്താണെന്ന് TK ഹംസ പറഞ്ഞു. ഇതിന് പിന്നിലുള്ള താൽപര്യം പരിശോധിക്കണമെന്നും TK ഹംസ ആവശ്യപ്പെട്ടു. മഴക്കാല ദുരന്ത നിവാരണത്തിന് അനുവദിച്ച 1,83,000 രൂപ വ്യാജരേഖയുണ്ടാക്കിയ സ്വകാര്യ ആവശ്യത്തിനായി മാറ്റിയെടുത്തതിന് തിരുവനന്തപുരം ജില്ലയിലെ മുൻ നെടുമങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാറായിരുന്ന K സുകുമാരനെ വിവിധ വകുപ്പുകളിലായി 11 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് വിധി. കോഴിക്കോട് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ സംഘടിച്ചു നിന്ന വിദ്യാർത്ഥികളോട് പിരിഞ്ഞുപോകാൻ പറഞ്ഞ വനിതാ ASIയെ കൊണ്ട് SFI പ്രാദേശിക നേതാവ് മാപ്പ് പറയിച്ച സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. സംഘർഷ സാഹചര്യം ഒഴിവാക്കാനാണ് താൻ കുട്ടികളോട് മാപ്പ് പറഞ്ഞതെന്നാണ് ASI പറയുന്നത്. ചെറിയ കുട്ടികളായതിനാൽ തനിക്ക് പരാതിയില്ലെന്നും ASI വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ ഇന്ന് ഉത്തരവിറങ്ങിയേക്കും. റിയാദ് കോടതി കേസ് പരിഗണിക്കും. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദ് ചെയ്തിരുന്നു. അതേസമയം റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച ഫണ്ടിൽ ബാക്കിയുള്ള 11.5 കോടി രൂപ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ധാരണയായി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഉത്തർപ്രദേശിലെ ബിജ്നോറിലെ കനത്ത മൂടൽമഞ്ഞിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നവദമ്പതികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന ദമ്പതികളും അവരുടെ കുടുംബാംഗങ്ങളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ 3 രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. 17 വർഷത്തിനു ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിൽ എത്തുന്നത്.
നൈജീരിയയുമായുള്ള സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച മോദിയുടെ സന്ദർശനവേളയിൽ നടക്കും. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. ബ്രസീലിൽ നിന്ന് ഗയാനയിൽ എത്തുന്ന മോദി കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും പങ്കെടുക്കും. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാൻ നയതന്ത്ര പ്രതിനിധിയുമായി എലോൺ മസ്ക് ചർച്ച നടത്തിയതായി റിപ്പോർട്ട്. ട്രംപിന്റെ നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ആരംഭമാണ് ചർച്ചയെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. തുടർച്ചയായി സെഞ്ചുറി അടിച്ച മത്സരത്തിന് ശേഷം കുറേയധികം സംസാരിച്ചെന്നും അതിന് പിന്നാലെ 2 മത്സരങ്ങളിൽ ഡെക്കിന് പുറത്തായെന്നും അതിനാൽ ഇനി കൂടുതൽ സംസാരിക്കാനില്ലെന്നും തമാശ കലർത്തി സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം T20യിൽ സെഞ്ചുറി നേടിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മലയാളി താരം. തുടർച്ചയായി 2 ഡെക്കുകളായപ്പോഴും താൻ ആത്മവിശ്വാസം കൈവിട്ടിരുന്നില്ലെന്നും എന്നിൽ തന്നെ അടിയുറച്ച് വിശ്വസിച്ച് കഠിന പ്രയത്നം നടത്തിയെന്നും അതിന്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചതെന്നും സഞ്ജു പറഞ്ഞു. 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബോക്സിംഗ് റിംഗിലേക്കുള്ള മടങ്ങിവരവിൽ ഇതിഹാസ താരം മൈക്ക് ടൈസന് തോൽവി. ബോക്സിംഗ് താരമായി മാറിയ പഴയ യൂട്യൂബറും 27-കാരനുമായ ജെയ്ക്ക് പോളിനോടായിരുന്നു 58-കാരനായ ടൈസന്റെ തോൽവി. ടെക്സാസിലെ ആർലിംഗ്ടണിലെ AT&T സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പ്രായത്തിന്റേതായ അവശതകൾ ടൈസനെ ബാധിച്ചിരുന്നു. എങ്കിലും ആദ്യ 2 റൌണ്ടിലും മികച്ച പ്രകടനം നടത്താൻ ടൈസനായി. ഒടുവിൽ 8 റൌണ്ടുകൾ പൂർത്തിയായപ്പോൾ ജേക്കിനെ വിജയിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബോക്സിംഗ് റിംഗിലേക്കുള്ള മടങ്ങിവരവിൽ തോൽവി പിണഞ്ഞെങ്കിലും മുൻ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻ മൈക്ക് ടൈസന് പ്രതിഫലമായി ലഭിക്കുക കോടികൾ. 58-കാരനായ ടൈസന് മത്സരത്തിൽ നിന്ന് ഏതാണ്ട് 168 കോടി രൂപ ലഭിക്കും. ജെയ്ക്ക് പോളിന് 320 കോടി രൂപ വരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.